ഹിന്ദുക്കളുടെ മഹാമനസ്കതയാണ് ഇവിടേക്ക് കടന്നു വന്ന ആശയങ്ങളെ ഒക്കെ തന്നെയും സ്വീകരിച്ചിരുത്തിയ പാരമ്പര്യം മാത്രമേ നമ്മുടെ രാജ്യത്ത് ഒരു ഭരണഘടന ഉണ്ടായിട്ട് 70 കൊല്ലമല്ലേ ആയുള്ളൂ സഹോദരി. ഭരണഘടന ഉണ്ടാകുന്നതിന് മുമ്പ് ക്രൈസ്തവരും മുസൽമാന്മാരും ഒക്കെ ഈ രാജ്യത്ത് ജീവിച്ചിരുന്നല്ലോ. അവരെ സംരക്ഷിച്ചതാരാണ്? സഹായിച്ചതാരാണ്? പരിരക്ഷിച്ചതാരാണ്? ചേട്ടനടക്കമുള്ളവരുടെ വിശാല മനസ്ഥിതി തർക്കമുണ്ട എന്ന ചോദ്യം കൂടി പിന്നാമ്പുറത്തുണ്ട്. അത് അവസരോചിതമായി മാത്രം പുറത്തെടുക്കുന്ന വജ്രായുധമാണ്. ഇവിടെ ചോദിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. ആ ചോദ്യം കൂടെ ഉണ്ട്. ആ ചോദ്യം ചോദിക്കുന്ന 1000 മനുഷ്യർ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. അതായത് ഇവിടുത്തെ മുസൽമാന്മാരാണെങ്കിലും ക്രൈസ്തവരാണെങ്കിലും ഒക്കെ ആരുടെയൊക്കെ ഔദാര്യം കൊണ്ട് ഇവിടെ ജീവിച്ചവരാണ്, അങ്ങനെ വന്നവരാണ്, ഞങ്ങൾ സ്വീകരിച്ചവരാണ് എന്നൊക്കെ പറയും. കുഴപ്പമൊന്നുമില്ല. ഏതായിരുന്നാലും ഹൈന്ദവ സഹോദരങ്ങൾ, ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരങ്ങൾ വിശാല മനസ്ഥിതി ഉള്ളവരാണ്. അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ പ്രതിഫലനമാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന സമാധാനത്തിൻ്റെ സന്തുലിതാവസ്ഥ. ഇതിങ്ങനെ നിലനിൽക്കാനുള്ള കാരണം അവരെ വിശാല മനസ്സിൽ തന്നെയാണ്, അതിനകത്ത് തർക്കമില്ല. പക്ഷേ ചേട്ടൻ ഇങ്ങനെ പറയുന്നത് വഴി സ്ഥാപിച്ചെടുക്കാൻ പോകുന്ന ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾ അനുചിതിച്ചിട്ടുണ്ടോ? അതായത് നമ്മളടക്കമുള്ള സാധാരണക്കാരായ മനുഷ്യന്മാരുടെ മനസ്സിൽ ഒരു അപരത്വം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതായത് ഞങ്ങൾ മാത്രമാണ് ഈ രാജ്യത്തിൻ്റെ അവകാശികൾ, ബാക്കി എല്ലാവരും അതിഥികളാണ്, ഇവിടെ വന്നു ചേർന്നവരാണ്, ഞങ്ങൾ പറഞ്ഞാൽ പോകേണ്ടവരാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ. പക്ഷെ ചേട്ടൻ അടക്കമുള്ളവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചേട്ടാ ഹിന്ദുവിൻ്റെ വിശാല മനസ്ഥിതി കൊണ്ടാണ് ഇവിടെ ബാക്കി എല്ലാവരും വന്നത്, അവരെ ഞങ്ങൾ സ്വീകരിച്ചത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞില്ലേ? ആര് എപ്പോൾ ഇവിടെ സ്വീകരിച്ചു എന്നാണ് പറഞ്ഞത്? ഞാൻ ഒന്നുകൂടി പറയാണ്, ഹൈന്ദവ സഹോദരങ്ങൾ വിശാല മനസ്ഥിതി ഇല്ലാത്തവരല്ല. പക്ഷേ ഹിന്ദു സഹോദരങ്ങൾ മറ്റ് സമൂഹങ്ങളെ സ്വീകരിച്ചു എന്ന് പറയണമെങ്കിൽ ഇവിടെയുള്ള 90% വരുന്ന ഹിന്ദു സഹോദരങ്ങളെങ്കിലും സമാധാനത്തെ ജീവിച്ചിട്ടുണ്ടാകേണ്ടേ ഭൂതകാലത്ത്? ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. ഹിന്ദു സഹോദരങ്ങളുടെ ഔദാര്യം കൊണ്ട് മറ്റ് സമൂഹങ്ങൾ ഇവിടെ വന്നു എന്ന് പറയണമെങ്കിൽ ആദ്യം നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങൾ സമാധാനത്തെ ജീവിച്ചിട്ടുണ്ടാകണ്ടേ? ചരിത്രം പറയുമ്പോൾ പലപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾ പെണ്ണ് കെട്ടിച്ചു കൊടുത്തു, ഞങ്ങൾ വീട് വെച്ച് കൊടുത്തു, ഞങ്ങൾ പള്ളിക്ക് സ്ഥലം കൊടുത്തു ഒക്കെ പറയാറുണ്ട്. ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല, അതൊക്കെ നിങ്ങൾ പറയാറുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിൻ്റെ ചരിത്രം വസ്തുത എങ്ങനെയാണ് എന്ന് നമ്മൾ സമഗ്രമായും നിഷ്പക്ഷമായി പഠിച്ചാൽ അതിൻ്റെയൊക്കെ വസ്തുത നമുക്ക് മനസ്സിലാവും. വസ്തുത എന്താ മനസ്സിലാകുന്നറിയാവാ? ഇന്ത്യ തേടിയ നീതിയാണ് ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും ഒക്കെ. അതായത് മുസൽമാന്മാരും ക്രൈസ്തവന്മാരും ഒക്കെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് വന്നിട്ടില്ലെങ്കിൽ ഈ 21-ാം നൂറ്റാണ്ടിൽ ഈ 2025 ഒടുവിലെത്തുമ്പോൾ ഈ രാജ്യം ഇന്നും പാവപ്പെട്ടവൻ്റെ പിന്നോക്കക്കാരൻ്റെ ശ്മശാന ഭൂമി ആയിപ്പോയനെ. ഇവിടെ വിവാഹം കഴിച്ചു കൊടുത്ത കഥകൾ നമ്മൾ പറയാറുണ്ടല്ലോ. എത്ര ലക്ഷം നായർ സ്ത്രീകളാണ് ഇസ്ലാമിലേക്ക് വന്നത്? ആ ഇസ്ലാമിലേക്ക് വരാനുള്ള കാരണം എന്താണെന്നറിയോ? അവിടെയാണ്. ഇസ്ലാം ക്രിസ്ത്യാനിറ്റിയും ഇല്ല എങ്കിൽ മരിക്കലല്ലാതെ വേറൊരു വഴിയില്ലായിരുന്നു. അതായത് ഈ നാട്ടിലുള്ള നായർ സ്ത്രീകൾക്കും പിന്നോക്കക്കാർക്കും മരിക്കലല്ലാതെ മറ്റൊരു വഴിയില്ലായിരുന്നു. കാരണം അവരെ സമാധാനമായിട്ട് ഒരു കാലത്തും ജീവിക്കാൻ സംഭവിച്ചിട്ടില്ല. വേലായുധം പണിക്കശ്ശേരിയുടെ കേരള ചരിത്രം, ഇന്ത്യ ചരിത്രമൊക്കെ നമ്മളൊന്ന് വായിച്ചു നോക്കണം. ഇതിൽ പ്രധാനമായിട്ട് പറയുന്നൊരു വിഷയം നിങ്ങളെ ഞാൻ ബോധിപ്പിക്കുകയാണ്. ഇതിന് പുറമെ മറ്റൊരു വിചിത്രാചാരവും ഇവിടെ നടമാടിയിരുന്നു. മണ്ണാപ്പേടി, പുലപ്പേടി എന്നീ വാക്കുകളിൽ വ്യവഹരിക്കപ്പെടുന്ന പ്രസ്തുത ആചാരം പുലപ്പേടിയുള്ള കാലം കർക്കടക മാസമാണെന്ന്, കർക്കടക മാസം ഉച്ചരനാൾ, അതാ ഉച്ച മുതൽ 10-ാം ഉദയം വരെ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അക്കാലത്ത് സന്ധ്യ കഴിഞ്ഞാൽ പുരുഷ സഹായം കൂടാതെ നായർ സ്ത്രീകൾ വീടിനു വെളിയിൽ ഇറങ്ങുമായിരുന്നില്ല. നായർ സ്ത്രീകൾക്ക് വെളിയിറങ്ങാൻ പാടില്ല. ഒരു മണ്ണാൻ എവിടെയെങ്കിലും പമ്മിയിരുന്ന് കണ്ടേ എന്ന് വിളിച്ചു പറഞ്ഞാൽ നായർ സ്ത്രീക്ക് ഭ്രഷ്ട് കൽപ്പിക്കുമായിരുന്നു. ഒരാൾ എവിടെയെങ്കിലും, ഒരു കീഴ്ജാതിക്കാനായ മണ്ണാൻ എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് കണ്ടേ എന്ന് പറഞ്ഞാൽ ഈ പെണ്ണ് ഓട്ടോമാറ്റിക്കായിട്ട് ഭ്രഷ്ടാവും. ആ സ്ത്രീക്ക് തിരികെ വീട്ടിൽ കയറിക്കൂടാ. പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പറ്റില്ല, ഭ്രഷ്ടായി പോയില്ലേ. അവൾ മണ്ണാൻ്റെ കൂടെ പോയിക്കൊള്ളണം. മണ്ണാനോട് കൂടി ഓടി രക്ഷപ്പെടാതെ ഏതെങ്കിലും പ്രകാരത്തിൽ അവളുടെ ബന്ധുക്കളുടെ കയ്യിൽപ്പെട്ടാൽ അവർ അവളെ കൊന്നുകളയും. ഈ പെണ്ണ്, ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട പെണ്ണ് തിരിച്ച് വീട്ടിലോട്ട് പോയില്ല. വല്ല കുടുംബക്കാരെ വീട്ടിലും അഭയം പ്രാപിച്ചാൽ അവരെ കൈ കിട്ടിയാൽ അവർ കൊന്നുകളയും. മണ്ണാൻ്റെ ഭാര്യയായി തീരുന്നത് ആക്ഷേപമെന്ന് കരുതിയാണ് അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് ആ സ്ത്രീക്ക് ജീവൻ രക്ഷിക്കാൻ വേണ്ടി പുലയനോടുകൂടി ഓടി ഒളിക്കുകയും നിർവാഹമുണ്ട്. ഈ പുലയൻ്റെ കൂടെ ഇവൾ പോകണം. ഇത്തരം ദുരാചാരങ്ങൾ പലതും ജാതി വ്യവസ്ഥകളുടെ പേരിൽ ഇവിടെ നടമാടിയിരുന്നു. ജാതിയിൽ നിന്ന് ഭ്രഷ്ടനാകുക എന്നതിൻ്റെ അർത്ഥം ജീവിതം എന്നേക്കുമായി അവസാനിക്കുക എന്നാണ്. അഥവാ ഒരാൾ ജാതി ഭ്രഷ്ട് ആയിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ജീവിതം അവിടെ തൊലഞ്ഞു. ഇനി സർവൈവൽ, അതിജീവനം പറയാണ്. ആ നരകയാതനകളിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാനുള്ള ഏക പോം വഴി മതം മാറ്റമായിരുന്നു. ഇസ്ലാമിലാകട്ടെ ജാതി വ്യവസ്ഥയോ ഉച്ചനീചിത്വമോ ഇല്ലതാനും. തന്നിമിത്തം ദുരാചാരങ്ങളുടെ
മുഷ്ടിയിൽ അമർന്ന് ശ്വാസം മുട്ടിയിരുന്ന ഹിന്ദുക്കൾ ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെട്ടതിൽ അത്ഭുതമൊന്നുമില്ല. വേലായുധം പണിക്കശ്ശേരി. ഇനി പറയാൻ പോകുന്ന പ്രസക്തമാകുന്നത് ശ്രദ്ധിക്കണേ. സാംസ്കാരികമായി ജാത്യാചാരങ്ങളുടെ കുരുക്കിൽപ്പെട്ട് സംഘർഷം അനുഭവിക്കുന്ന സ്ത്രീ സമൂഹത്തിന് ഇസ്ലാം ഒരു അനുഗ്രഹമായി മാറി. നായർ സമുദായത്തിൽ ബഹുഭർത്തൃത്വ സമ്പ്രദായമാണ് നടമാടിയിരുന്നത്. നായർ സ്ത്രീയെ പരിരംഭണം ചെയ്യുവാൻ പരിരംഭണം ഗൂഗിൾ അടിച്ചു നോക്കിയാൽ മതി കേട്ടാ. പരിരംഭണം ചെയ്യുവാൻ വിവിധ കുടുംബങ്ങളിലെ പുരുഷന്മാർ വരിക പതിവായിരുന്നു. സ്ത്രീത്വത്തെ അവഹേളിക്കുന്ന ഈ സമ്പ്രദായം ഇസ്ലാമിക ദൃഷ്ട്യ മഹാപാപമാകുന്നു. ഇസ്ലാമിനെ ആശ്ലേഷിക്കുന്ന ഒരു നായർ സ്ത്രീക്ക് പ്രസ്തുത നിന്ദ്യതയിൽ നിന്ന് എന്നേക്കുമായി രക്ഷ ലഭിക്കുന്നു. ആശാരി മൂശാരി തട്ടാൻ കരുവാൻ തുടങ്ങിയ കമ്മാള ജാതിക്കാരിൽ മറ്റൊരു ദുരാചാരം നടമാടിയിരുന്നു. ഒരു സ്ത്രീയെ 2 അധികമോ സഹോദരന്മാർ ചേർന്ന് കല്യാണം കഴിക്കുക. എങ്ങനെ ഒരു സ്ത്രീയെ 2 അതിലധികമോ സഹോദരന്മാർ ചേർന്ന് ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യുക. ഇതിന് പാണ്ഡവാചാരം എന്ന് പറയുന്നു. ഇത്തരം ആചാരങ്ങളിൽ സാമൂഹ്യ രംഗത്ത് സൃഷ്ടിച്ചുവിടുന്ന വിപത്തുകൾ പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലല്ലോ. ഇതിൽ നിന്ന് അതിജീവനമായിരുന്നു ഇസ്ലാം. വേലായുധം പണിക്കശ്ശേരിയുടെ പുസ്തകം ഒന്നെടുത്ത് DC യിലുണ്ടാവും, ഒന്നെടുത്ത് വായിച്ച് മറച്ചു നോക്കിയാൽ മതി. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മറ്റുള്ളവരെ സ്വീകരിച്ചു, സഹായിച്ചു, സംരക്ഷിച്ചു എന്ന് പറയുമ്പം ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരങ്ങൾ അവരെ തന്നെ നിങ്ങൾ മനുഷ്യനായിട്ടോ, വിശ്വാസികളാകട്ടെ, അതിൻ്റെ വിശ്വാസികൾ പോട്ടെ, അവരെ മനുഷ്യനായിട്ട് പോലും അംഗീകരിക്കാത്ത ആളുകൾ എങ്ങനെയാണ് മറ്റു സമൂഹങ്ങളെ ഉൾക്കൊണ്ടിട്ടുള്ളത്? അല്ല, ഇവർ ഇവിടെ ഈ നാട്ടിൽ വരലും മറ്റു സമൂഹങ്ങൾക്ക് അതിജീവനത്തിൻ്റെ കപ്പലാവലും കാലം തേടിയ കാവ്യനീതിയായിരുന്നു. കാലത്തിൻ്റെ ആവശ്യമായിരുന്നു. ഇന്ത്യ തേടിയ നീതിയായിരുന്നു അത്. ഇന്ത്യ ആഗ്രഹിക്കുന്ന, ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ആവശ്യപ്പെടുന്ന ഒരു നീതിയായിരുന്നു അത്. അപ്പോഴും ഒരു ചോദ്യം മാത്രം ബാക്കി നിൽക്കുകയാണ്. മുസ്ലിമീങ്ങൾ ഇവിടെ വന്നവരല്ലേ ശരിക്കും? മുസ്ലിമീങ്ങൾ മാത്രമല്ല, എല്ലാവരും ഇവിടെ വന്നവരാണ്. ദ്രാവിഡന്മാർ ഇവിടെ വന്നവരാണ്, ആര്യന്മാർ ഇവിടെ വന്നവരാണ്, മുസ്ലിമീങ്ങൾ ഇവിടെ വന്നവരാണ്. ആദ്യം വന്ന ആളുകൾ ഞങ്ങളാണ് ഇവിടുത്തെ ഉടമസ്ഥർ എന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. ഈ രാജ്യത്തേക്ക് എല്ലാവരും വന്നവരാണ്. ആദ്യം ചിലർ വന്നു, പിന്നെ ചിലർ വന്നു, പിന്നെ ചിലവർ വന്നു, അങ്ങനെ പലരും വന്നിട്ടുണ്ട്. ആരും ആരുടെയും ഔദാര്യ മനസ്ഥിതി കൊണ്ട് ആരെയും ഇവിടെ സ്വീകരിച്ചിരുത്തിയല്ല. ഈ വന്നവരെല്ലാം ഇവിടെ വന്നു ചേരേണ്ടത് ഇന്ത്യ തേടുന്ന നീതിയായിരുന്നു. കാരണം അതിനു മുമ്പ് മനുഷ്യർക്ക് നീതി കിട്ടിയിട്ടില്ല. അതിനു മുമ്പ് മനുഷ്യരെ മനുഷ്യരായിട്ട് കണ്ടിട്ടുമില്ല. ഇന്ത്യയുടെ ഭൂതകാലം പഠിച്ചാൽ മനുഷ്യരായി ഉൾക്കൊള്ളാൻ തുടങ്ങിയത് അവരെന്നും ഇവരെന്നും പറയാൻ തുടങ്ങുന്ന മറ്റ് ആശയങ്ങൾ കൂടി ഈ രാജ്യത്ത് വന്നതിന് ശേഷമാണ്. മഹത്തായി കാണുന്ന സംസ്കാരത്തിൻ്റെ പേരിൽ എന്നെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഈ നാട്ടിലുള്ള ഈ ബഹുഭൂരിപക്ഷം വരുന്ന നമ്മുടെ സഹോദരങ്ങൾ സമാധാനമായി ജീവിച്ചതിൻ്റെ ഒരു ഉദാഹരണം കാണിച്ചു തരാൻ പറ്റുമോ? മനുഷ്യർ സമാധാനത്തെ ജീവിച്ചിട്ടുള്ളത് സഹസ്രാബ്ദങ്ങളോളം മുട്ടിന് താഴെ മുണ്ടുടുക്കാൻ കഴിയാത്ത, പൊന്തക്കാട്ടിൽ മാത്രം കണ്ടു കഴിഞ്ഞാൽ തന്നെ ഭ്രഷ്ടായി പോകുന്ന, കണ്ടു പോയാൽ ദൃഷ്ടിദോഷം സംഭവിച്ചു പോകുന്നതിൻ്റെ കാരണം കൊണ്ട് ഈ പറയന്മാരൊക്കെ പൊന്തക്കാടിൻ്റെ ഉള്ളിൽ ഊന്ന് നടന്ന് സഹസ്രാബ്ദങ്ങളോളം, 19-ാം നൂറ്റാണ്ടിൻ്റെ 21-ാം നൂറ്റാണ്ടിൻ്റെ ഒക്കെ ഉത്തരാദിത്യം മാത്രമല്ല, അതിനെത്രയോ മുമ്പ് ഈ മനുഷ്യരൊക്കെ എങ്ങനെ മനുഷ്യരായി? പാമ്പും പല്ലിയും പഴുതാരെയൊക്കെ എഴഞ്ഞു പോണ വഴിയിലൂടെ മനുഷ്യർക്ക് നടക്കാൻ പറ്റാത്തൊരു കാലം ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ അതിൽ നിന്നും മനുഷ്യർക്ക് മോചനം കിട്ടാൻ വേണ്ടി അവർ തേടിയ നീതിയുടെ പ്രത്യയശാസ്ത്രം ഇസ്ലാമായിരുന്നു. തർക്കമുണ്ടാ? അതുകൊണ്ട് ഇന്ത്യ എൻ്റെത് മാത്രമാണെന്ന് പറയരുത്. ഇന്ത്യ എല്ലാം ഇന്ത്യക്കാരുടെയാണ്. MD രമേശ് പറഞ്ഞില്ലേ, ഹിന്ദു എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരാണ്. ഞാനും നീയും അടക്കമുള്ള മുഴുവൻ ഇന്ത്യക്കാരുമാണ് ഹിന്ദു എന്ന് പറയുന്നത്. ആ വിശാലമായ അർത്ഥത്തിൻ്റെ ഭാഗമായി വരുന്നവരാണ്. മറ്റൊരു സനാതന ധർമ്മം എന്ന് മറ്റും പറയുക. ഓക്കെ.